റഷ്യയ്ക്ക് പല കണക്കുകളും തീർക്കാൻ പറ്റിയ സമയമാണിത്. കാരണം ഇറാൻ ഏറ്റവും കൂടുതൽ റഷ്യയുടെ സഹായവും റഷ്യയുടെ പിന്താങ്ങലും ആവശ്യമുള്ള സമയമാണിത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണ വ്യാപാരം മാത്രമല്ല, അവരുടെ പല ആഭ്യന്തര ഇടപാടുകളിലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അമേരിക്കയും അമേരിക്കയുടെ ചങ്കുകളായ രാജ്യങ്ങളും, അവരെയൊക്കെ ഇറാന് നേരിടണം, നയപരമായി നേരിടണമെങ്കിൽ കൃത്യമായി റഷ്യ എന്ന രാജ്യത്തിൻ്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഇറാൻ കൃത്യമായി റഷ്യയ്ക്ക് സഹായങ്ങൾ പല കാര്യങ്ങളിലും, അതായത് അണ്ടർഗ്രൗണ്ട് സീ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. റഷ്യ 10 മടങ്ങ് സ്നേഹത്തോടെ, കരുത്തോടെ, കരുതലോടെ ചെയ്തു കൊടുക്കുന്നു. അത് അങ്ങനെയാണ്, റഷ്യയുടെ സ്വഭാവം അങ്ങനെയാണ്. ഇന്ത്യക്ക് വേണ്ടി റഷ്യ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അതിനുശേഷം ഇന്ത്യ ആ സ്നേഹത്തിൻ്റെ കടം വീട്ടുന്നത് എങ്ങനെ എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. റഷ്യൻ എണ്ണ, ഉക്രൈനും റഷ്യയും തമ്മിൽ നേർക്കുനേർ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ വാങ്ങിയ എണ്ണയുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ ചോദ്യം ചെയ്യാൻ വന്നു. അമേരിക്ക താരിഫ് ഏർപ്പെടുത്തി, റഷ്യൻ എണ്ണ ഇനിയും വാങ്ങിയാൽ ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും എന്നൊക്കെ പറഞ്ഞ് വിരട്ടാനും വിലപേശാനും വന്നപ്പോഴും ഇന്ത്യ പോയി പണി നോക്കാനാണ് ട്രംപിനോട് പറഞ്ഞത്. കാരണം വളരെ വ്യക്തമാണ് റഷ്യ എന്ന രാജ്യത്തിൻ്റെ നിലപാടുകൾ. അവരോടൊപ്പം കൂടുന്ന രാജ്യങ്ങളെ അവർ കൈവിടാറില്ല. അവരുടെ നയങ്ങൾ വളരെ സുതാര്യമാണ്. മറ്റ് രാജ്യങ്ങളെ പോലെ അല്ല. അമേരിക്ക എടുക്കുന്ന സാമ്പത്തിക സൗഹൃദമല്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം. വളരെ വൈകാരികമായാണ് ആ രാജ്യം മറ്റേത് രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെയും കാണുന്നത്. ഇറാനുമായി റഷ്യ ആ രീതിയിലുള്ള വൈകാരിക തലത്തിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരു രീതിയിലും നല്ലതല്ല എന്നുള്ളതാണ്. ഇസ്രയേൽ ഏതൊക്കെ രീതിയിൽ ആക്രമണവുമായി ഇറാനെതിരെ തിരിഞ്ഞാലും ഇറാന് കൂട്ടായി റഷ്യ ഉണ്ട് എന്ന് നന്നായി ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഈ തെമ്മാടിയായ ഈ ഇസ്രായേൽ ഭരണത്തലവന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇറാനെ ചൊടിപ്പിച്ചാൽ, ഇറാൻ രണ്ടും കെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഇറാനെ എത്തിച്ചാൽ ഇറാന് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഹോർമൂസ് കടലിടുക്ക് അടച്ചെടുക്കാം, അതുപോലെ ചബഹർ തുറമുഖം അടയ്ക്കാം. ഇറാന് തന്ത്രപ്രധാനമായി ഏഷ്യയിലെ വ്യാപാരങ്ങളിൽ പല രീതിയിലുള്ള നീക്കുപോക്കുകളും നടത്താം. അത് നന്നായി റഷ്യയ്ക്കറിയാം. അറബ് രാജ്യങ്ങളുടെ സഖ്യം വിളിച്ചു ചേർത്ത് ഇറാൻ എന്ന രാജ്യം അതിന് കൃത്യമായി ഒരു ഉപദേശം കൂടി ഈ രാജ്യങ്ങൾക്ക് നൽകി. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ മനസ്സിലാക്കുന്നില്ല, ഒളിഞ്ഞിരിക്കുന്ന ആ ശത്രുവിനെ യാഥാർത്ഥ്യ ബോധത്തോടെ നിങ്ങൾ ഒറ്റക്കെട്ടായി നേരിടാൻ പഠിക്കൂ, ഇനിയെങ്കിലും പഠിക്കൂ, ഈ 21-ാം നൂറ്റാണ്ടിലെങ്കിലും പഠിക്കൂ എന്ന് ആയത്തുള്ള അലി ഖമനേയി വളരെ വ്യക്തമായ ഒരു അൾട്ടിമാറ്റം പോലെയാണ് നൽകിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന റെപ്രക്കേഷൻ വളരെ വലുതാണ്.